Hello. Welcome to Market Discussion of the Day. Today, August 18, 2025, Tuesday ആണ്. സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ലാത്ത ദിവസമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്നലെ നിങ്ങൾക്കറിയാം, ഇന്നലെ നമ്മുടെ നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റും അതേപോലെ US പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗ്, അതിൻ്റെ കൂടെ കുറേ യൂറോപ്യൻ ലീഡേഴ്സും അതേപോലെ UK പ്രൈം മിനിസ്റ്ററും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പീസ് ഡീലിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. സോ അതിനകത്ത് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ അത് ബേസിക്കലി റഷ്യ ഉക്രൈൻ വാർ ഒരു അവസാനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതിനകത്ത് നിന്നുള്ളൊരു സൂചന. ഓക്കെ, സോ നമുക്കറിയില്ല. സോ അങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസൊക്കെ നല്ല രീതിയിൽ താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ എന്തായാലും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ എന്താ പറയുക, ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല, അല്ലേ? സോ ഇന്ന് നമുക്ക് ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ന്യൂസ് ഉണ്ട് വൈകുന്നേരം 1:30. ഓക്കെ, നാളത്തെ ന്യൂസ് നോക്കിയാൽ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ, ലഗാർഡ് പലവട്ടവും യൂറോപ്യൻ പല കൺട്രീസിനെതിരെയുള്ള പ്രസ്താവനകളും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ വലുതാവാനായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട്. സോ അതുകൊണ്ടിട്ട് നാളത്തെ പുള്ളിക്കാരത്തിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂറോസോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻറ്റ്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു പോവുക. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി നാളെയില്ല. നാളെ നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റഷ്യ ഉക്രൈൻ ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ US പ്രസിഡന്റ് ഏകദേശം 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫോൺ കോൾ റഷ്യൻ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്, പുടിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. സോ ബേസിക്കലി അതൊരു പീസ് ഡീലിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ആണ് കൂടുതലും ചാൻസുകളുള്ളത്. ഓക്കെ, സോ നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 3330 എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക്, 3330 താഴെയായിട്ട് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ താഴോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലേ? സോ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണുക. ഗോൾഡിനെ കുറിച്ച് വരുമ്പം ഗോൾഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോവാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. സോ ഇന്ന് അതിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഈ ഒരു വീഡിയോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇന്നത്തെ ഒരു കോഴ്സിന്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചുള്ള ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ അത് മാത്രമല്ല, നിങ്ങൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ ഏതാണ്, ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. വളരെ എല്ലാ റെഗുലേഷൻസും ഉള്ള, ഇപ്പോൾ ഈവൻ UK റെഗുലേഷൻസ്, UAE റെഗുലേഷൻസ്, അതേപോലത്തുള്ള മേജറായിട്ടുള്ള 4-5 കൺട്രീസിലുള്ള മേജർ റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡുമാണ്. അത് ലോയിഡ്സ് ബാങ്കാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ടൈറ്റ് സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബോണസ് പ്രോഗ്രാമാണ്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ ആദ്യത്തെ $500 50%, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസ് അവർ തരും. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് 20% ബോണസ് അവർ തരികയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, So coming to market discussion, coming to technical sides, first of all നമുക്ക് JPY-ലോട്ട് നോക്കി പോകുമ്പോൾ JPY 147.68 നിൽക്കുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു 148 അവിടെ നിന്ന് സെല്ല്. ഞാൻ 147.9 എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഞാൻ സെല്ല് എടുത്തിട്ടുള്ളത്. ഓക്കെ, 148.70 അവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓൾമോസ്റ്റ് $8 സ്റ്റോപ്പ് ലോസ് 146.80 അവിടെ ഞാൻ
ടേക്ക് പ്രോഫിറ്റും വെച്ചു. ഓൾമോസ്റ്റ് $11-12 ടേക്ക് പ്രോഫിറ്റും വെച്ചു. ഓക്കെ, സോ അതാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1:1.5. നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും അറ്റ്ലീസ്റ്റ് ഒരു 1:1.5 റേഷ്യോയിലെങ്കിലും ഇട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റൂ. അത് JPYയെ സംബന്ധിച്ചിടത്തോളം 1:2 ഇടുന്നത്, എല്ലാത്തിലും 1:2 ഇടുന്നത് തന്നെയാണ് ബെറ്റർ. പക്ഷേ JPYയുടെ ഒക്കെ ആ ഒരു മൂവ്മെന്റ് വളരെ ചെറുതായത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്ന 1:1.5 റേഷ്യോയിൽ എടുക്കുന്നത്. ഓക്കെ, സോ അതേപോലെ ഇന്നും നമുക്ക് 148 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സെല്ല് ചെയ്യാം കേട്ടോ, അതിലൊരു തെറ്റുമില്ല. ഓക്കെ, സോ അതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ മാർക്കറ്റ് വളരെ നാരോ റേഞ്ചിലാണ് കിടന്ന് കറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. ഓക്കെ, നാരോ റേഞ്ചിലാണ് മാർക്കറ്റ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കത് എന്താ പറയുക, ഈ ഒരു റേഞ്ചിൽ തന്നെ JPY നോക്കിക്കാണാം. നേരെ മറിച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ 146 അവിടെ നിന്നുള്ളൊരു ബൈ 146.20 ഒക്കെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. 145.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. എന്ത് സ്റ്റോപ്പ് ലോസ് വെച്ചാലും അതിൻ്റെ 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും നോക്കി കണ്ടു പോവുക എന്നുള്ള കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം 1.1673 നിൽക്കുന്നു. അടുത്തൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് 1.1600 അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി 1.1500 തന്നെയാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എൻട്രി എടുത്ത് പോവാം. 1.500 എടുക്കുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. നേരെ മുകളിലോട്ട് പോയാൽ 1.1800 അവിടുന്ന് സെല്ലെടുക്കാം. 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാണ്. സ്റ്റോപ്പ് ലോസ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1:1.5 റേഷ്യോയിലെങ്കിലും ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക. അല്ലാതെ ചെറിയ പ്രോഫിറ്റ് ഒന്നും കണ്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട്, ഓക്കെ, അതിൻ്റെ മുകളിലോട്ട് ഉള്ള ടേക്ക് പ്രോഫിറ്റ്, അല്ലാതെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3500 അവിടുന്ന് ബൈ എടുക്കാമെന്ന്. പല ആൾക്കാരും ബൈ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $160 പ്രോഫിറ്റിൽ നിൽക്കുന്നു. സോ എനിക്ക് പറയാനായിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, നമുക്ക് 1.3500 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞ് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 3338 നിൽക്കുന്നു. വളരെ നാരോ റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ 3360 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും നമുക്ക് 3360 അവിടുന്ന് സെല്ല് ചെയ്യാം. 3330 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സോ 3330 അവിടെ ബൈ ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു വാറിനെ സംബന്ധിച്ചിടത്തോളം ബൈ എത്രമാത്രം റെക്കമെൻഡഡ് ആണ് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. 3330 അല്ലെങ്കിൽ 3320 അടുത്ത് വെച്ച് നമുക്ക് ബൈ കിട്ടിയാൽ 3320 അവിടെ നിന്നുള്ള ബൈ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി. 3315 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ 3330 എന്ന് പറയുന്ന ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് ആക്ട് ചെയ്യുകയും ചെയ്യും. 3330 അവിടുന്ന് താഴോട്ടൊരു $50, മുകളിലോട്ടൊരു വാറിൻ്റെ കാര്യത്തിനകത്ത് ഒരു തീരുമാനമായില്ല എങ്കിൽ 3330 ബെഞ്ച് മാർക്ക് ആണെങ്കിൽ 3300 എന്ന് പറയുന്നത് ഒരു ലോവർ സൈഡിലും 3360 എന്ന് പറയുന്ന ഒരു അപ്പർ സൈഡിലും ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ നേരെ മറിച്ച് വെള്ളിയാഴ്ച ഇതിനൊരു തീരുമാനമാകും, അല്ലെങ്കിൽ ഓഗസ്റ്റ് തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു തീരുമാനമാകും എന്നുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വാർ അവസാനിച്ചാൽ 3380 കടന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത് കേട്ടോ. ഒരു വൈഡർ റേഞ്ചിൽ നമുക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വാർ അവസാനിച്ചാലോ അല്ലെങ്കിൽ വാർ കൂടുതലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു വാറായിട്ട് മാറും.
ഓക്കെ. സോ അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ എന്നിരുന്നാലും വൈഡർ റേഞ്ചിൽ പറയുകയാണെങ്കിൽ 3330 അവിടെ നിന്ന് 3280 മുകളിലോട്ട് പോയാൽ 3380 എന്ന് പറയുന്ന $50 വൈഡർ റേഞ്ച് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ ഒരു ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു തീരുമാനത്തിലോട്ടും പോവാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകാനുള്ളത്. കാരണം മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ചെയ്യാതിരിക്കുക. ലോങ്ങർ ടേമിലോട്ട് ചിലപ്പോൾ നിങ്ങളൊരു 10 ട്രേഡ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ 11ാമത്തെ ട്രേഡ് നമ്മുടെ പൈസ പോവും. സോ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത് എന്നെടുത്ത് പറയുന്നത്. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.